കായലുകളുടെ നാട്, ലഗൂണുകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് കേരളത്തെയാണ്. കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. കേരളത്തിലാകെ 34 കായലുകളാണുള്ളത്. 27 കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, 7 കടലുമായി ബന്ധപ്പെട്ടിട്ടില്ല. നമുക്ക് വേമ്പനാട്ട് കായൽ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. 96.5 കിലോമീറ്ററാണ് നീളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടമാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ നോക്കാം. വെല്ലിംഗ്ടൺ ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം. ഏതൊക്കെ ദ്വീപുകളാണ്? വെല്ലിംഗ്ടൺ, വൈപ്പിൻ, വല്ലാർപാടം, കടമക്കുടി, പാതിരാമണൽ, പെരുമ്പളം. ഇനി വേമ്പനാട്ട് കായലിലാണ് ആദ്യമായി സോളാർ ബോട്ടായ ആദിത്യ സർവീസ് നടത്തുന്നത്. വേമ്പനാട്ട് കായലിലാണ് ആദ്യത്തെ സോളാർ ബോട്ടായ ആദിത്യ സർവീസ് നടത്തുന്നത്. നമുക്കിനി നോക്കാനുള്ളത് വേമ്പനാട്ട് കായലിലെ പതിക്കുന്ന നദികളാണ് കേട്ടോ. അതിനൊരു കോഡും കൂടെ വച്ചിട്ടുണ്ട്. മണിയൻ, അച്ഛൻ, പമ്പിലെ പണിയും കഴിഞ്ഞ് മീനും വാങ്ങി മൂവാറ്റുപുഴ വഴി പെരിയാറിലെത്തി. മണിയൻ അച്ഛൻ മീനും വാങ്ങി പമ്പിലെ ജോലിയും കഴിഞ്ഞ് മൂവാറ്റുപുഴ വഴി പെരിയാറിലെത്തി. ഇങ്ങനെ ഓർത്ത് വയ്ക്കാനേ നിർവാഹമുള്ളൂ. അപ്പോൾ അതിൽ പതിക്കുന്ന നദികളാണ് മണിമലയാർ, അച്ഛൻ കോവിലാർ, മീനച്ചലാർ, പമ്പ, മൂവാറ്റുപുഴ, പെരിയാർ. ഇത്രയും വേമ്പനാട്ട് കായലിലാണ് പതിക്കുന്നത്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് വേമ്പനാട്ട് കായലാണ്. കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നാണ് വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നു, പുന്നമടക്കായൽ എന്ന് കുട്ടനാട്ടിൽ അറിയപ്പെടുന്നു.